വ്യാജ വോട്ടർമാരുടെ വിവരവുമായി ബന്ധപ്പെട്ട വീഡിയോ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? അതിന്റെ കൃത്യമായ സത്യസന്ധമായ റെക്കോർഡ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളെയും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് പേപ്പർ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ അവസാനത്തെ റൗണ്ടിലേക്ക് കയറി വന്നതെന്ന് നോക്കിയാൽ ഇനി എന്ത് ഇലക്ഷനാണ്? എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ്? 91 കേരളത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ അതല്ല അത് വേറെയാണ്. 62,318 വോട്ട് മാത്രമാണ് 2019 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കിട്ടിയത്. പക്ഷേ അവസാനം എന്ത് കിട്ടിയെന്ന് വെച്ചാൽ അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് 1,46,556 വോട്ട് കിട്ടി എന്നതാണ് കണക്ക്. ഇത് രാഹുൽ ഗാന്ധി എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ എടുത്ത് എല്ലാ ആളുകൾക്കും ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വിശ്വാസ്യത ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം അതൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാം മനസ്സിന്റെ അകത്ത് ഒരു കത്തിപ്പെടുകയാണ്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഞാൻ ഒരു കാര്യം പറയും, കള്ളവോട്ട് ചെയ്യുന്നത് കേരളത്തിലും ഇന്ത്യയിലും നേരത്തെയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു പരിമിതിയുണ്ട്. ഇതിന് പരിമിതിയില്ലാത്ത വിധം ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയേറെ പൂട്ടിയിട്ട വീട്ടിന്റെ അകത്ത് ലാറ്ററിന്റെ അകത്ത് പോലും വോട്ടർമാരെ ചേർത്തിരിക്കുന്നു പറഞ്ഞാൽ ഈ നാട് എവിടെയാ? എന്ത് ജനാധിപത്യ? അപ്പോ ഈ ഭരിക്കുന്ന ഭരണകക്ഷി കള്ളവോട്ട് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം മനസ്സുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പം നിഷേധിക്കാൻ കഴിയുന്നില്ല അവർക്ക്. അത്ര ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? കാര്യമായിട്ട് ബിജെപിയുടെ നേതാക്കന്മാരാരെങ്കിലും എന്ത് പറയുന്നവര്? രാഹുൽ ഗാന്ധിയോട് ഇപ്പൊ പറഞ്ഞ് ശരിയല്ല, തെറ്റാണ് എന്ന് നെഞ്ഞത്ത് കൈവച്ച് പറയാൻ ഒരു ബിജെപി നേതാവുണ്ടോ? എന്തുകൊണ്ടാ? മനസ്സാക്ഷി കുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആദ്യത്തെ സംഭവമാണ്. ഈ സംഭവം അത് തിരുത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ നമുക്ക് ഇന്ത്യയിൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കള്ളവോട്ടിന്റെ ഒരു രക്തസാക്ഷിയായിരുന്നു, ഭാഗികമായ രക്തസാക്ഷിയായിരുന്നു ഞാൻ. 91 എടക്കാട് അസംബ്ലിയിൽ മത്സരിച്ചപ്പോ ഭരതനാണ് എനിക്ക് എന്റെ എതിർ സ്ഥാനാർത്ഥി. ആ ഭരതന്റെ സ്ഥാനാർത്ഥിത്വം ഭരതൻ ജയിച്ചു. ഭരതന്റെ വോട്ട് കൂടി ഞാനിത് കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ അവര് പോയി. അവസാനം ഞാൻ ജയിച്ചതായി കോടതി പ്രഖ്യാപിച്ചിട്ടാണ് ഞാൻ ആദ്യം MLA ആവുന്നത് കേരളത്തിലെ നിയമസഭയിൽ. അത് എന്റെ ഒരു അനുഭവമാണ്. അതിന്റെ തിക്തമായ ഫലം അനുഭവിച്ചവനാണ് ഞാൻ. നമ്മുടെ എടക്കാട് എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലം CPMന്റെ കൊട്ടക്കൊത്തലാണ്. അവിടെ ആരും വേറെ ജയിക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിഗമനം. ജയിക്കാൻ പാടില്ല, അവർ ജയിച്ചേ മതിയാവുന്നുള്ള മട്ടിൽ കള്ളവോട്ട് ചെയ്തു. അവർ വോട്ട് ചെയ്തു. അവസാനം അത് കോടതിയിലെത്തിയപ്പോൾ ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നതാണ് ആ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന അവസാനത്തെ അതിന്റെ തീർപ്പ്. ഈ തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു വിജയമാണ് സുരേഷ് ഗോപി നേടിയ സാഹചര്യത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചതിനെ രാജിവെച്ച് വീണ്ടും സ്വാഭാവികമായും ഇത്രയേറെ തെളിവ് സഹിതം ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനാകാൻ സുരേഷ് ഗോപിക്ക് സാധിക്കണം. കേരളത്തിലുള്ള സ്ഥലത്ത് സാധിക്കണം. അദ്ദേഹം അത് ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് അദ്ദേഹത്തോട് വേറെ വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. അദ്ദേഹം ഒരു MP ആയിരിക്കുന്നതിൽ നമുക്ക് സങ്കടവുമില്ല, പരാതിയുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു നാണം കെട്ട വഴിയിലൂടെ ഒരു MP ആവുക എന്ന് പറയുന്നതിൽ നല്ലത് കഴുത്തിന് കയറ് തൂക്കുന്നതാണ് നല്ലത്. നേമത്തെ വിജയം അങ്ങനത്തെ ഒരു കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? നേമത്തെ അതിപ്പോ ഇതിന് കിട്ടിയ പോലത്തെ തെളിവ് എവിഡൻസും അതിനകത്ത് വന്നതന്നെയില്ല. അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നതും നോക്കുന്നതും ഒക്കെ. പക്ഷെ ഇതുപോലെ റെക്കോർഡിക്കലായി ഇത്രയും നല്ല ഒരു എവിഡൻസ് ഉണ്ടാക്കിയെടുത്തത് ഇതാണ് ഏറ്റവും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഇതാണ് ഏറ്റവും വലുത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിന്റെ ഒരു കൊട്ടക്കൊത്തളാണ്. ഇത്രയേറെ ഭൂരിപക്ഷം കിട്ടാനും ഒരു സ്ഥാനാർത്ഥി പുറത്തുനിന്ന് വന്ന് മത്സരിച്ചിട്ട് ഇത്രയധികം വോട്ട് കിട്ടാനും അത് അസാധ്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനത്തിന് തുടക്കം കുറിച്ചത്. അതിന്റെ റിസൾട്ടാണ് അവസാനം കിട്ടിയത്. നടന്നിരിക്കുന്നു ഇത്ര വോട്ടിന്റെ എണ്ണം പറഞ്ഞിട്ടാണ്.
എണ്ണം പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയെ കണക്ക് കാണിച്ചിരിക്കുന്നത്. എനിക്കൊരു അത്ഭുതപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരാൾ ഇങ്ങനെ ഒരു കണക്ക് ശാസ്ത്രീയമായി സയന്റിഫിക്കായി ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ച ഏക രാഷ്ട്രീയ നേതാവ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തെ വണങ്ങണം. അദ്ദേഹത്തെ ഇന്ത്യയുടെ ഏറ്റവും നല്ല കരുത്തനായ ജനാധിപത്യ നേതാവായി അദ്ദേഹത്തെ കാണണമെന്നാണ് ഞങ്ങൾക്ക് തീർച്ചയായും. തെളിവുകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ രാജി എന്നുള്ള ഒരു ആവശ്യവുമായി ശക്തമായ ഒരു അത് പറയാതെ തന്നെ അദ്ദേഹം സ്വയം ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയാ. ഇത്രയൊക്കെ തെളിവുകൾ വന്ന സ്ഥിതിക്ക് ഇനി ഞാനിതിനകത്ത് ഇരിക്കുന്നതിൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ ക്ഷമാപൂർവ്വം അദ്ദേഹം അത് രാജിവെച്ചിട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേതാക്കൾ പറയുന്നത് ഈ ആമയും മുയലും ഓടുന്നു, അതിൽ ആമ ഉറങ്ങിപ്പോയി, മുയൽ ജയിച്ചിട്ട് എന്താ കാര്യം? അതായത് കോൺഗ്രസ് എടുക്കേണ്ട സമയത്ത് പണി എടുത്തില്ലല്ലോ എന്നാ ചോദിക്കുന്നത്. ഇത് രേഖ കിട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഇലക്ഷന് മുമ്പ്, അപ്പൊ ഇതൊക്കെ നോക്കേണ്ടിയിരുന്നില്ല എന്നാ ചോദിക്കുന്നത്. അത് എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാ ആളുകളും ആൾക്ക് തോന്നണ്ട. ഓരോ സമയത്ത് വരുന്ന നേതാക്കന്മാർ ആ നേതാക്കന്മാരുടെ കഴിവും കാഴ്ചപ്പാടുമാണ് ഇത്തരം റിസൾട്ട് ഉണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധിന്റെ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് മുമ്പ്, ഞാൻ നമ്മുടെ ചിദംബരവുമായിട്ട് ഞാൻ ചെറിയ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ കള്ളവോട്ട് നടക്കുന്നുണ്ട്, അത് ഉണ്ട് എന്ന് തെളിയിക്കാൻ അതിന് പറ്റുന്ന ഒരു ടീം എന്റെ കയ്യിലുണ്ട്, അവർ വന്ന് കാണിച്ചു തരാൻ തയ്യാറാണ്. ചിദംബരം സാറിന് നേതാക്കന്മാരോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് റിജക്ട് ചെയ്തു. പറ്റില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു. ഇപ്പം അത് യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും. CPM-ന്റെ ഭാഗത്ത് നിന്ന് കള്ളവോട്ടും ഉണ്ടോ? കള്ളവോട്ട് CPM ചേർക്കുന്നുണ്ട്, ഉണ്ട്, ഉറപ്പല്ലേ? ഞാനിപ്പോ എന്റെ പറഞ്ഞതെല്ലാം ഇടക്കാടെല്ലാം CPM അല്ലേ, CPM-ന്റെ വോട്ടല്ലേ? CPM-ന്റെ വോട്ട് എന്റെ ഇലക്ഷൻ കംപ്ലീറ്റ് CPM അല്ലേ എതിരാളി? ഗോവർദ്ധനല്ലേ അവിടുത്തെ സ്ഥാനാർത്ഥി? അവരും ഇതുപോലെ തന്നെയല്ലേ കള്ളവോട്ട് ചെയ്യുന്നവർ തന്നെയാണ്. BJP-ക്കാരും CPM-ആണ് ഈ വ്യാജ വോട്ടുകൾക്ക് പിന്നിലാണ്. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. CPM-ന്റെ സാധാരണ പ്രവർത്തകർക്ക് അറിയാം, കാരണം അവരല്ലേ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ BJP-യുടെ സാധാരണക്കാർക്കും അറിയാം, അവരല്ലേ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ ഇത് സത്യസന്ധമായ ഒരു ആക്ഷേപമായി, ആരോപണമായി ഇതിനെ കാണാൻ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തിക്ക് സാധിക്കണമെന്നാണ് ഞങ്ങൾ. സുരേഷ് ഗോപിക്ക് വേണ്ടി CPM വ്യാജ വോട്ട് ചേർത്തു എന്ന് അങ്ങനെയാണ് കരുതുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി CPIM വ്യാജ വോട്ട് ചേർത്തു. അതല്ല, അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു BJP-ക്കാർ തന്നെ ഉണ്ടാക്കിയ വോട്ട്, അതാണ് സുരേഷ് ഗോപിയുടെ വോട്ട്. രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തുന്ന ഘട്ടത്തില് ഈ കർണാടകയിലെ തന്നെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി അതിനൊരു ഭിന്നാഭിപ്രായമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ കാലത്താണ് ഈ വോട്ടർ പട്ടികയിൽ ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അന്ന് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നൊരു ചോദ്യമാണ് കർണാടകയിൽ. അത് നമ്മളാ ചെയ്യേണ്ടത്. അതിന് ആക്ഷേപമുള്ള പരാജയമുള്ള കൂട്ടലേ ചെയ്യേണ്ടത്. ആരും ചെയ്തോ ഇത് പബ്ലിക്കിൽ പറയോ? ഇല്ല. അപ്പൊ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കട്ടെ, അവർ കണ്ടുപിടിച്ചോട്ടെ, നമ്മളതിനെടുക്കാൻ തയ്യാറാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.